അയാൾ പടിയിറങ്ങുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ബൗളറായ ജെയിംസ് ആൻഡേഴ്സൺ. കളിച്ച അവസാന ടെസ്റ്റിലും ചരിത്രം കുറിച്ചുകൊണ്ടാണ് ജെയിംസ് ആൻഡേഴ്സൺ പടിയിറങ്ങുന്നത്. വയസ്സ് വെറും നമ്പർ മാത്രമാണെന്ന് തോന്നിപ്പിച്ച കളിക്കാരൻ. ഈ 41-ാം വയസ്സിലും അദ്ദേഹം എറിയുന്ന ഓരോ ബോളുകൾക്കും മറുപടിയില്ലാതെ പതറുന്ന ബാറ്റ്സ്മാൻമാരെ ഇപ്പോഴും കാണാൻ സാധിക്കും. 22 വർഷം നീണ്ടുനിന്ന അയാളുടെ ക്രിക്കറ്റ് ജീവിതത്തിന് ഇന്ന് സമാപനം. നീണ്ട 22 വർഷങ്ങൾ, അതിൽ 187-ലധികം ടെസ്റ്റ് മത്സരങ്ങൾ, 700-ലധികം വിക്കറ്റുകൾ. ജെയിംസ് ആൻഡേഴ്സൺ എന്ന പേസ് ബോളറെ വിശേഷിപ്പിക്കാൻ ഇതിൽ കൂടുതൽ എന്തു പറയണം? പ്രായം കൂടുന്തോറും അദ്ദേഹം കൂടുതൽ അപകടകാരിയായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി അദ്ദേഹത്തിന് മുന്നിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത മുൻപന്തിയിൽ നിൽക്കുന്ന ഷെയ്ൻ വോണും മുത്തയ്യ മുരളീധരനും മാത്രമാണ് ഉള്ളത്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ജിമ്മി ആൻഡേഴ്സനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ: ജിമ്മി, നീണ്ട 22 വർഷത്തെ കരിയറിൽ അവിശ്വസനീയ സ്പെല്ലുകൾ എറിഞ്ഞ് നീ ആരാധകരെ എറിഞ്ഞു വീഴ്ത്തിയിരിക്കുകയാണ്. നീ ബൗൾ ചെയ്യുന്നത് കാണാൻ തന്നെ ചന്തമായിരുന്നു. ആ ആക്ഷൻ, വേഗത, കൃത്യത, ശാരീരിക ഫിറ്റ്നസ് എല്ലാം നീ അടുത്ത തലമുറയ്ക്കായി പകർന്നു നൽകിയിരിക്കുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രമേറെ തൻ്റെ പേരിൽ തുന്നിച്ചേർത്താണ് 2 പതിറ്റാണ്ട് നീണ്ട കരിയർ ജെയിംസ് ആൻഡേഴ്സൺ അവസാനിപ്പിച്ചത്. ക്രിക്കറ്റിന്റെ പറുദീസയായ ലോർഡ്സിൽ വെസ്റ്റ് ഇൻഡീസിനെ ഒരു ഇന്നിംഗ്സിനും 114 റൺസിനും തോൽപ്പിച്ച ശേഷമാണ് തന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിന് ജെയിംസ് ആൻഡേഴ്സൺ തിരശ്ശീലയിട്ടത്. പണ്ട് ലോർഡ്സിൽ ഇതുപോലൊരു ടെസ്റ്റ് ക്രിക്കറ്റിൽ സിംബാബ്വെക്കെതിരെ 2003-ലായിരുന്നു ജിമ്മി ആൻഡേഴ്സന്റെ അരങ്ങേറ്റം. ടെസ്റ്റിൽ 704 വിക്കറ്റുകൾ സ്വന്തം പേരിലാക്കിയ ജെയിംസ് ആൻഡേഴ്സൺ തന്നെയാണ് ഫാസ്റ്റ് ബൗളർമാരുടെ നിരയിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്തവരുടെ കൂട്ടത്തിലുള്ളത്. തന്റെ ബൗളിങ്ങിന് ഒരിക്കലും മൂർച്ച കുറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം അവസാന മത്സരത്തിലും തെളിയിച്ചിരിക്കുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2-ാം ഇന്നിംഗ്സിൽ 32 റൺസിന് 3 വിക്കറ്റുകൾ പിഴുതാണ് അദ്ദേഹം തന്റെ കരിയർ അവസാനിപ്പിച്ചത്. ഇനിയൊരിക്കലും വശ്യതയാർന്ന ആ സ്വിംഗ് ബൗളിങ്ങിന്റെ മനോഹാരിത നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ കാണാൻ സാധിക്കില്ല. തല ഉയർത്തിക്കൊണ്ടു തന്നെയാണ് നിങ്ങൾ മടങ്ങുന്നത്.